ഒരു ചെറിയ കഥയിലൂടെ നമുക്ക് ആരംഭിക്കാം. ഈ കഥ എല്ലാവർക്കും സുപരിചിതമാണ്. എല്ലാവരും ദ്രോണാചാര്യരെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ? ഹസ്തിനപുരിയിൽ കുമാരന്മാരെ അസ്ത്രവിദ്യ അഭ്യസിപ്പിച്ചിരുന്ന രാജഗുരുവായിരുന്നു അദ്ദേഹം. അപ്പോൾ കുമാരന്മാരെല്ലാം വിദ്യയൊക്കെ അഭ്യസിച്ചു കഴിഞ്ഞപ്പോൾ ഗുരു ഒരു പരീക്ഷ വെച്ചു. നമുക്കിപ്പോൾ ടെസ്റ്റ് ഉള്ളതുപോലെ അന്നും ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു അതായത് വുഡൻ ഒരു ബേർഡ് ഉണ്ടാക്കി, ഒരു പക്ഷി, മരത്തിന്റെ ഒരു പക്ഷി ഉണ്ടാക്കി ഒരു കാട്ടിലെ ഒരു വലിയ മരത്തിന്റെ മുകളിലെ ചില്ലയിൽ അത് സ്ഥാപിച്ചു. എന്നിട്ട് പറഞ്ഞു, കുമാരന്മാരോട് പറഞ്ഞു, ആ പക്ഷിയുടെ കണ്ണാണ് നിങ്ങളുടെ ഉന്നം, അതാണ് ടാർഗറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് മാത്രമേ അമ്പെയ്യാവൂ. എന്താണ് നിങ്ങൾ കാണുന്നതെന്ന് ആദ്യം പറയണം. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നു. ആദ്യത്തെ കുമാരൻ പറഞ്ഞു, ഞാൻ ആകാശം കാണുന്നു, വൃക്ഷം കാണുന്നു, ചില്ലകൾ കാണുന്നു, കൂട്ടത്തിൽ പക്ഷിയെയും കാണുന്നുണ്ട്. നീ നിന്റെ വിദ്യ ശരിയായിട്ടില്ല, മാറി നിൽക്കുമെന്ന് പറഞ്ഞു. അടുത്ത കുമാരൻ വന്നു. അയാൾ പറഞ്ഞു, ഞാൻ വൃക്ഷം നന്നായി കാണുന്നുണ്ട്, അതിലെ ഇലകളും ബ്രാഞ്ചസും എല്ലാം, ചില്ലകളും എല്ലാം കാണുന്നു, പക്ഷിയെയും കാണുന്നു. അയാളെയും മാറ്റി നിർത്തി. അടുത്ത ആളും ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ്. അത് കഴിഞ്ഞ് വന്ന ആൾ പറഞ്ഞു, ഞാൻ പക്ഷിയെ മാത്രം കാണുന്നു. ആ കുമാരനെയും അമ്പെയ്യാൻ അനുവദിച്ചില്ല. അടുത്തത് അർജുനന്റെ ഊഴമായിരുന്നു. അർജുനൻ വന്നു. ഇതേ ചോദ്യം ഗുരു അർജുനനോട് ചോദിച്ചു. അർജുനൻ പറഞ്ഞു, ഗുരു, ഞാൻ പക്ഷിയുടെ കണ്ണ് മാത്രം കാണുന്നു എന്ന് പറഞ്ഞു. ഗുരുവിന് സന്തോഷമായി. ഗുരു പറഞ്ഞു, നീ അമ്പെയ്തു കൊള്ളുന്നു. അർജുനൻ അമ്പെയ്യുന്നു, കൃത്യം ആ പക്ഷിയുടെ കണ്ണിൽ കൊള്ളുന്നു. ഇതാണ് ശ്രദ്ധ. ഇത് വെറും ശ്രദ്ധയല്ല, അചഞ്ചലമായ ശ്രദ്ധയാണ് അല്ലേ? ഇതാണ് ഇന്നത്തെ ടോപ്പിക്, അൺവേവറിംഗ് ഫോക്കസ്. ഇത് നമുക്ക് ഔട്ടർ അച്ചീവ്മെന്റിനും ഇന്നർ അവേക്കനിങ്ങിനും ഈ അൺവേവറിംഗ് ഫോക്കസ് അത്യാവശ്യമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഫോക്കസ് എന്താണെന്ന് നോക്കാം. ഫോക്കസ് ഡിക്ഷണറി പറയുന്നു സെന്റർ ഓഫ് ആക്ടിവിറ്റി, അട്രാക്ഷൻ ഓർ അറ്റൻഷൻ, the ability to concentrate one's attention or to sustain concentration. കോൺസെൻട്രേഷൻ സസ്റ്റെയിൻ ചെയ്ത് തുടർന്നു കൊണ്ടുപോകുന്നതാണ് എന്നാണ് പറയുന്നത്. എന്നാൽ അൺവേവറിംഗ് ഫോക്കസ് എന്താണ്? അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അൺവേവറിംഗ് ഫോക്കസ് എന്നാൽ രണ്ട് വിധത്തിൽ നമുക്കിത് പറയാം. നമ്മുടെ പ്രൊഡക്ടിവിറ്റി വ്യൂ അല്ലെങ്കിൽ ഔട്ടർ വേൾഡിൽ നോക്കുകയാണെങ്കിൽ ചാനലിംഗ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് ഇമോഷണൽ എനർജി ടുവേർഡ്സ് വൺ ഗോൾ വിതൗട്ട് എനി ഡിസ്ട്രാക്ഷൻ. അതായത് ഇതാണ് അചഞ്ചലമായ ശ്രദ്ധ എന്ന് പറയുന്നത്. ശാരീരികവും മാനസികവും വൈകാരികവുമായ ഊർജത്തെ ഒരു ലക്ഷ്യത്തിലേക്ക് വ്യതിചലിപ്പിക്കാതെ നയിക്കുക. ഇതാണ് ഔട്ടർ വേൾഡിൽ നമ്മൾ നോക്കിയാൽ അൺവേവറിംഗ് ഫോക്കസിന്റെ അർത്ഥം. ഇനി സ്പിരിച്വൽ വ്യൂ, ആത്മീയമായിട്ട് നോക്കിയാൽ ഹോൾഡിംഗ് ദ മൈൻഡ് സ്റ്റഡി ഓൺ ദ സെൽഫ് ഓർ ട്രൂത്ത് വിതൗട്ട് ലെറ്റിംഗ് ഇറ്റ് വാണ്ടർ. മനസ്സിനെ അലഞ്ഞു തിരിയാൻ അനുവദിക്കാതെ നമ്മുടെ ചൈതന്യത്തിൽ ഉറപ്പിച്ചു നിർത്തുക എന്നതാണ് ആത്മീയമായി നമുക്ക് അചഞ്ചല ശ്രദ്ധയെ നമ്മൾ പറയുന്നത്. ഇനി ഫോക്കസ് ഈസ് ദ ഗേറ്റ് വേ ടു മാസ്റ്ററി. ദണ്ഡപാണിയുടെ ഒരു കോട്ടാണ്. ഇദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ദ പവർ ഓഫ് അൺവേവറിംഗ് ഫോക്കസ്. ഒരു ബെസ്റ്റ് സെല്ലറാണ്. 20-ലധികം ഭാഷകളിൽ ഈ പുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഇദ്ദേഹം ഒരു ഹിന്ദു പുരോഹിതനായിരുന്നു, ഒരു സംരംഭകനും അന്താരാഷ്ട്ര പ്രഭാഷകനും എല്ലാമാണ് ദണ്ഡപാണി. ഇപ്പോൾ അദ്ദേഹം കോസ്റ്റാറിക്കയിൽ അദ്ദേഹത്തിന്റെ ഭാര്യയോടൊത്ത് ഒരു 33 ഏക്കർ വിസ്തൃതിയിൽ ഒരു വലിയ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുകയും ആത്മീയ സങ്കേതം കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ടെഡ് ടോക്കൊക്കെ വളരെ ഫേമസ് ആണ്. ഈ ഫോക്കസിനെ കുറിച്ച് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫോക്കസ് ഈസ് ദ ഗേറ്റ് വേ ടു മാസ്റ്ററി. എന്തിലും നമ്മൾ മാസ്റ്ററി ചെയ്യണമെങ്കിൽ ഫോക്കസ് വേണം, അതാണ് എന്നാണ് ദണ്ഡപാണി പറയുന്നത്. എന്നാൽ നമുക്കറിയാം,
നമുക്കിത് വലിയൊരു പ്രയാസമാണല്ലേ. വി ആർ സ്ട്രഗ്ലിംഗ് വിത്ത് ഫോക്കസ്. അതിൻ്റെ പ്രധാന കാരണം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി മൾട്ടി ടാസ്കിങ്. മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത് ഒരേ സമയത്ത് ഒന്നിലധികം ജോലികൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഈ ലോകത്ത് പലരും പറയുന്നു, അഭിമാനപൂർവ്വം പറയാറുണ്ട്, എനിക്ക് മൾട്ടി ടാസ്കിങ്ങിന് കഴിവുണ്ട്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് എന്ന്. പക്ഷേ വാസ്തവത്തിൽ നമ്മുടെ ബ്രെയിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മോണോ ടാസ്കിങ്ങിനാണ്, അല്ലെങ്കിൽ സിംഗിൾ ടാസ്ക് അറ്റ് എ ടൈം ആണ്. അതാണ് ബൈ നേച്ചർ ബ്രെയിനിൻ്റെ. ഇപ്പോൾ നമ്മൾ മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പോൾ അതൊരു മിത്താണ് നമ്മൾ ചെയ്യുന്നത് മൾട്ടി ടാസ്കിങ് ആണ് എന്ന്. വാസ്തവത്തിൽ എന്താ ചെയ്യുന്നത്, ഒരു ടാസ്കിൽ നിന്ന് നമ്മൾ സ്വിച്ച് ഓവർ ടു അനദർ ടാസ്ക്. അത് ആദ്യത്തേത് ചിലപ്പോൾ അൺഫിനിഷ്ഡ് കൂടി ആയിരിക്കാം. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്, ഇങ്ങനെ പെട്ടെന്ന് സ്വിച്ച് ഓവർ ചെയ്യുമ്പോൾ അതൊരു കോഗ്നിറ്റീവ് ലോഡ് ബ്രെയിനിൽ ഉണ്ടാക്കുന്നു. തന്മൂലം നമുക്ക് ഒരു അറ്റൻഷൻ റെസിഡ്യൂ എന്ന് പറഞ്ഞിട്ട് അത് ലോങ് ടേമിൽ നമ്മുടെ മെമ്മറിയെ ബാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ മൾട്ടി ടാസ്കിങ്, എന്നാൽ ചിലരെല്ലാം പറയും, ഞാൻ നടക്കാൻ പോകുമ്പോൾ പാട്ടും കേൾക്കുമല്ലോ, രണ്ടും കൂടി ചെയ്യുന്നതിൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിലാണ് നിങ്ങൾ മാസ്റ്റർ ചെയ്യുന്നത്, അല്ലേ? നമ്മളെ ഫോക്കസ് ചെയ്യണമെങ്കിൽ സിംഗിൾ ടാസ്ക് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഫോക്കസ് ഉണ്ടാക്കണമെങ്കിൽ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതൊരു സ്കില്ലാണ്, നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. മൈൻഡ്ഫുൾ ആയിട്ട് ഒരു കാര്യം മാത്രമേ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുള്ളൂ. കൂടാതെ ഈ ആധുനിക യുഗത്തിൽ നമ്മൾ നോക്കിക്കോളൂ, എൻഡ്ലെസ് നോട്ടിഫിക്കേഷനാണ്. എന്തെല്ലാം നോട്ടിഫിക്കേഷനുകളാണ് നമുക്ക് നമ്മുടെ ഗാഡ്ജറ്റുകളിലൊക്കെ വരുന്നത്. അപ്പോൾ ഇതിലേക്കെല്ലാം നമ്മുടെ അറ്റൻഷൻ സ്കാറ്റേർഡ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്തത് ലാക്ക് ഓഫ് ക്ലാരിറ്റി ഓൺ പ്രയോറിറ്റീസ്. എന്താണ് നമുക്ക് വേണ്ട, പ്രാധാന്യം അനുസരിച്ച് മുൻഗണന നിശ്ചയിക്കാൻ ഒരു വ്യക്തതയില്ല. അതുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട്, പക്ഷേ ഔട്ട്കം നോക്കുമ്പോഴോ ഒന്നും ആയിട്ടില്ല. ഞാൻ എന്തൊക്കെയോ ചെയ്തു, അല്ലേ, ഞാൻ വെറുതെ ഇരുന്നില്ല, പക്ഷേ എന്നാൽ ഔട്ട്പുട്ട് നോക്കുമ്പോൾ ഒന്നും അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇതെല്ലാം ഫോക്കസിൻ്റെ പ്രശ്നമാണ്. അടുത്തത് ഇമോഷണൽ ഡിസ്ട്രാക്ഷൻ. വൈകാരികമായിട്ടുള്ള പല ചലനങ്ങളും ഉണ്ടാകുന്നുണ്ട്. അത് സ്ട്രെസ്സും സമ്മർദ്ദം കൊണ്ടാവാം, വറി അല്ലെങ്കിൽ ആങ്സൈറ്റി ഒക്കെ കൊണ്ടാവാം, അല്ലെങ്കിൽ ബോർഡം, ഒരു വിരസത, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു വിരസത വരും. ഇതെല്ലാം നമ്മളെ ഫോക്കസിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ഇനി ഇന്നറായിട്ട് അല്ല ആത്മീയമായിട്ട് നോക്കുകയാണെങ്കിൽ സ്പിരിച്വൽ ഡിസ്ട്രാക്ഷൻസ്, നമുക്കുള്ള പല ഡിസയേഴ്സ്. ഏറ്റവും വലിയ പ്രശ്നം ഡിസയറാണ്. ഒരു ഡിസയറിൻ്റെ പുറകെ നമ്മൾ പോകുന്നു, അത് കഴിയുമ്പോൾ അടുത്തതായി ഇങ്ങനെ നമ്മൾ ഡിസയേഴ്സ്, ഫിയേഴ്സ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മൈൻഡ് റെസ്റ്റ്ലെസ് ആണ്, ഒരു കുരങ്ങൻ്റെ പോലെയാണ്, ചഞ്ചലമായിക്കൊണ്ടിരിക്കുകയാണ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റിടത്ത് ചാടിക്കൊണ്ടിരിക്കുന്നു. ഇത് നമുക്ക് സ്പിരിച്വാലിറ്റിയിലെ വലിയൊരു നമ്മുടെ ഗ്രോത്തിനൊരു തടസ്സമാണ്. ഇനി ഇതിൻ്റെ കോസ്റ്റ് എന്താണ്? ഇങ്ങനെ നമ്മൾ ശ്രദ്ധ പോകുന്നത് കൊണ്ട് നമുക്കുണ്ടാവുന്നത് എന്താ? ഔട്ടർ വേൾഡിലാണെങ്കിൽ ടൈം വേസ്റ്റ് ആണ്, ഒരു ടൈം മാനേജ്മെൻറ്റും ഇല്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോയി ഒരു റീല് കാണാൻ തുടങ്ങി, അടുത്തയിലേക്ക് പോയി, എത്ര സമയം ഇരുന്നെന്ന് നമുക്ക് തന്നെ അറിഞ്ഞൂടാ. നമ്മുടെ ടൈം വേസ്റ്റായി, പ്രൊഡക്ടിവിറ്റി കുറയുന്നു, ഉൽപാദനക്ഷമത കുറയുന്നു, അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട്സ് ഷാലോയാണ്. ഒന്നിലും നമുക്കൊരു മാസ്റ്ററി ഉണ്ടാവുന്നില്ല, ചെയ്യുന്ന പ്രവൃത്തിയിൽ ശ്രദ്ധയില്ലാത്തതുകൊണ്ടാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കോൺസ്റ്റന്റ് ടാസ്ക് സ്വിച്ചിങ് കൊണ്ട് നമുക്കൊരു ബേൺ ഔട്ട് സിൻഡ്രോമാണ് ഉണ്ടാവുന്നത്. നമ്മളങ്ങ് എക്സോസ്റ്റഡ് ആയി പോകുന്നു. പലരും പറയാറുണ്ട് വല്ലാത്ത ക്ഷീണം, അല്ലെ? എല്ലാം ഈ മൾട്ടി ടാസ്കിങ്ങും ടാസ്ക് സ്വിച്ചിങ്ങും കൊണ്ടാണ്. ഇതെല്ലാമാണ് നമ്മളെ ഔട്ടർ വേൾഡിൽ. ഇനി ആത്മീയമായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് നമുക്കൊരു ബക്കറ്റ്, ഇത് നോക്കൂ, ഈ ബക്കറ്റിൽ നിന്ന് ദ്വാരത്തിൽ കൂടി വെള്ളം പോയിക്കൊണ്ടേയിരിക്കുകയാണ്, നമ്മുടെ ഊർജ്ജം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ നമുക്ക് ആത്മീയമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഷാലോ ആകുന്നു, സാധന അല്ലെങ്കിൽ സ്പിരിച്വൽ പ്രാക്ടീസ് വീക്ക് ആകുന്നു.
എനർജി സ്കാറ്റർ ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. ഒരു പോയിന്റിലേക്ക് വൺ പോയിന്റഡ്നെസ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഫലം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഉണ്ടാകുന്നില്ല. ഇതൊക്കെയാണ് നമുക്ക് ഈ ശ്രദ്ധക്കുറവ്, ശ്രദ്ധയില്ലായ്മക്ക് വേണ്ടി നമ്മൾ കൊടുക്കേണ്ട വില. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? അറ്റൻഷൻ ഇസ് ദ മോസ്റ്റ് വാല്യുബിൾ കറൻസി. ഇപ്പൊ നമ്മൾ പറയുവാണെങ്കിൽ ഏറ്റവും വലിയ കറൻസി അറ്റൻഷനാണ്. ബോത്ത് ഇൻ വേൾഡ്ലി സക്സസ് ആസ് വെൽ ആസ് ഇൻ സ്പിരിച്വൽ ഗ്രോത്ത്. രണ്ടിനും നമുക്ക് ശ്രദ്ധ വേണം. നമ്മളുടെ ലൗകിക ജീവിതത്തിലെ ഉന്നമനത്തിനും ആത്മീയ ജീവിതത്തിലെ ഉന്നമനത്തിനും നമുക്ക് അറ്റൻഷൻ വേണം. ഈ ശ്രദ്ധ നമുക്ക് എവിടെ എങ്ങനെ ചെലവഴിക്കണമെന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം, അല്ലേ? വേർ അറ്റൻഷൻ ഗോസ് എനർജി ഫ്ലോസ്, വേർ എനർജി ഫ്ലോസ് ദ സെൽഫ് ഈസ് റിവീൽഡ്. എത്ര നല്ല കോട്ടാണ്! ഇങ്ങോട്ടാണോ അറ്റൻഷൻ പോകുന്നത് അതിലേക്കായിരിക്കും ഊർജം പ്രവഹിക്കുന്നത്. ആ ഊർജം എങ്ങോട്ട് പോകുന്നു അവിടെ നമുക്ക് നമ്മളുടെ ആത്മചൈതന്യത്തെ പ്രകാശിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി ഈ അൺവേവറിംഗ് ഫോക്കസിന് 3 പ്രധാന പില്ലറുകൾ അല്ലെങ്കിൽ തൂണുകൾ എന്ന് നമുക്ക് പറയാം. 3 pillars ഓഫ് അൺവേവറിംഗ് ഫോക്കസ്. അതെന്താണെന്ന് നോക്കാം. നമ്പർ 1, ക്ലാരിറ്റി ഓഫ് പർപ്പസ് എന്നാണ്. നോസ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്. അവിടെ എന്താണ് നമ്മൾ പറഞ്ഞു, എന്താണ് എന്നുള്ള കാര്യം, അതായത് ഗോളാണ്. നമ്മുടെ ഔട്ടർ വേൾഡിൽ നോക്കിയാൽ നമുക്കൊരു ലക്ഷ്യം വേണം, അല്ലെ? ഗോള് വേണം. ഇന്നറിൽ നോക്കിയാൽ നമ്മുടെ ഗോള് സെൽഫാണ്. അപ്പോൾ ഇത് നമുക്കൊരു ഡയറക്ഷൻ തരും. എന്തിലേക്കാണ് നമ്മൾ പോകേണ്ടത് എന്ന് നമുക്ക് ക്ലാരിറ്റി ഉണ്ട്, വ്യക്തതയുണ്ട് നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച്. അതാണ് ഒന്നാമത്തെ പില്ലർ. നമ്പർ 2, ഇമോഷണൽ ഇക്വാനിമിറ്റി. വൈകാരികമായ ഒരു സമചിത്തത. ഇതെന്താണ് നമുക്ക് നൽകുന്നത്? ഇറ്റ് കൾട്ടിവേറ്റ്സ് എൻ ഇന്നർ കാംനെസ്. എന്ത് തന്നെ ഈ പുറത്ത് സംഭവിച്ചാലും, ഈ ബാഹ്യലോകത്ത് മറ്റുള്ളവരെങ്ങനെ പെരുമാറിയാലും നമ്മൾക്ക് ഉള്ളിൽ ശാന്തത മാത്രം. ഇത് നമുക്ക് സ്റ്റെബിലിറ്റിയാണ് തരുന്നത്. മൂന്നാമത്തേത്, ഡിസിപ്ലിൻ ഓഫ് മൈൻഡ് ആൻഡ് ഹാബിറ്റ്. നമ്മുടെ മനസ്സിൻ്റെയും ശീലത്തിൻ്റെയും അച്ചടക്കം എന്ന് നമുക്ക് പറയാം. ഇത് നമുക്ക് മറ്റു വിധത്തിൽ നമ്മുടെ ശ്രദ്ധ ചിതറിപ്പോകുമ്പോൾ തിരിച്ച് വീണ്ടും നമ്മുടെ അറ്റൻഷൻ ആ ഫോക്കസിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കുന്നു ഈ അച്ചടക്കം. ഇതിന് കൺസിസ്റ്റൻസി. അപ്പം നമുക്കൊരു ഡിറക്ഷനും സ്റ്റെബിലിറ്റിയും കൺസിസ്റ്റൻസിയും. ഇതാണ് 3 തൂണുകൾ. ക്ലാരിറ്റി ഓഫ് പർപ്പസ്, ഇക്വാനിമിറ്റി ആൻഡ് ഡിസിപ്ലിൻ ഓഫ് മൈൻഡ് ആൻഡ് ഹാബിറ്റ്. ഇനി നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യാൻ നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം. ഔട്ടർ വേൾഡിലാണെങ്കിൽ പ്രൊഡക്ടിവിറ്റി കൂടുന്നു, നമ്മൾ അതിലെ മാസ്റ്ററി അച്ചീവ് ചെയ്യുന്നു, നമുക്ക് സമ്മർദ്ദമെല്ലാം കുറയുന്നു. നമ്മളൊരു കാര്യത്തിൽ മാസ്റ്റർ ആകുമ്പോൾ തന്നെ നമുക്ക് അറ്റീസ് ആകുന്നു, അല്ലേ? നമുക്ക് സമ്മർദ്ദമില്ല. ഇന്നറിലാണെങ്കിലോ, ഇന്നർ വേൾഡിൽ നമുക്ക് ആത്മീയമായിട്ടാണ് നമ്മുടെ ഇത് കിട്ടുന്നതെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഡീപ്പ് പീസ്, ഒരു ആഴമേറിയ ശാന്തതയാണ് നമുക്കുള്ളിൽ ഉണ്ടാകുന്നത്. ഒരു വ്യക്തത, ക്ലാരിറ്റി ഉണ്ടാകുന്നു. നാച്ചുറൽ ജോയ്, സ്വതസിദ്ധമായി നമുക്ക് ഹാപ്പിനെസ്, അതാണ് നമ്മൾ, ആ സന്തോഷമാണ് നമ്മൾ, അത് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇതാണ് നമ്മളുടെ ബെനിഫിറ്റ്സ്. ടു ദ വൺ ഹൂസ് മൈൻഡ് ഈസ് സ്റ്റഡി ദ സെൽഫ് ഈസ് ഈസിലി അറ്റൈൻഡ്. ഇങ്ങനെ നമ്മൾ ആത്മീയമായിട്ട് സ്റ്റഡി ആയിട്ട് മനസ്സിനെ വൺ പോയിന്റഡ്നെസ്സിലേക്ക് കൊണ്ടുവന്നാൽ അവിടെ നമ്മൾ ഈ സെൽഫ് ഈസിലി അറ്റൈൻ ചെയ്യാൻ പറ്റുമെന്ന് ഭഗവത്ഗീതയും പറയുന്നു. ഇനി ഇത് നമുക്കൊരു മസില്, മനസ്സിനെ ഒരു മസില് പോലെയോ ലെൻസ് പോലെയോ നമുക്ക് ഉപമിക്കാം. അതായത് മസിലിനെ വേണ്ടി നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുവാണ്. അതുപോലെ നമുക്ക് അറ്റൻഷനും ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. ദ മോർ യു യൂസ് ഇറ്റ് ദ സ്ട്രോങ്ങർ ഇറ്റ് ഗെറ്റ്സ്. നമുക്കറിയാം എത്രത്തോളം നമ്മൾ മസിൽ പ്രവർത്തിപ്പിക്കുന്നു അതനുസരിച്ചാണ് അതിൻ്റെ ശക്തി കൂടുന്നത്. അതുപോലെ തന്നെയാണ് അറ്റൻഷനും. അതുപോലെ ലെൻസ്, സ്കാറ്റേർഡ് ആയിട്ടുള്ള ലൈറ്റ് അത് ചെറു ചൂടേ നമുക്ക് നൽകുന്നുള്ളൂ. എന്നാൽ അത് ആ സ്കാറ്റേർഡ് ലൈറ്റ് ഷാർപ്പൻ ടു വൺ ഫോക്കസ് ആണെങ്കിൽ അവിടെ ഫയറാണ് ഉണ്ടാകുന്നത്. ഇതുപോലെയാണ് അറ്റൻഷൻ. അപ്പോൾ നമുക്ക് ആ അറ്റൻഷനെ നമുക്ക് ഈ മസിലായിട്ടും ഒരു ലെൻസായിട്ടും നമുക്ക് ഉപമിക്കാം. ഇനി ഏറ്റവും പ്രധാനം, എങ്ങനെ
നമുക്ക് പ്രായോഗികമായി ഈ അൺവേവറിംഗ് ഫോക്കസ് നേടിയെടുക്കാം, കൈവരിക്കാം. പ്രാക്ടിക്കൽ സ്ട്രാറ്റജീസ്, അത് ഔട്ടർ സ്ട്രാറ്റജീസും ഇന്നർ സ്ട്രാറ്റജീസും ഉണ്ട്. ഔട്ടർ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സിംഗിൾ ടാസ്കിങ്. മൾട്ടി ടാസ്കിങ്ങിന് പോകാതെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അപ്പോൾ നമുക്കത് ഭംഗിയായിട്ട് ചെയ്ത് തീർക്കാൻ കഴിയുന്നു. അത് തീർത്തതിന് ശേഷം അടുത്ത ടാസ്കിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഫെറ്റീഗും അറ്റൻഷൻ റെസിഡ്യൂവും എല്ലാം ഉണ്ടാവുന്നുണ്ട്. അതൊരു ബ്രെയിനിന് തന്നെ ഒരു ലോഡാണ്. ഭാവിയിലേക്ക് നമുക്കത് മെമ്മറി പ്രശ്നവും ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഡിമെൻഷ്യയിലേക്കൊക്കെ പോവാൻ വരെ സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തേതാണ് ടൈം ബ്ലോക്കിംഗ്. ടൈം ബ്ലോക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കലല്ല ടൈം ബ്ലോക്കിംഗ് എന്ന്. നമ്മൾ ടാസ്കുകളെല്ലാം ലിസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ഓരോ ടാസ്കിനും എത്ര സമയം എന്ന് നമ്മൾ അലൊക്കേറ്റ് ചെയ്യുന്നു, അത് ഒരു ബ്ലോക്കായിട്ട് തിരിക്കുന്നു, എന്നിട്ട് ആ ഒരു ബ്ലോക്ക് ചെയ്ത് തീർക്കുന്നു, അതിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു. അത് കഴിഞ്ഞു അടുത്ത ബ്ലോക്കിലേക്ക് പോകുന്നു. ഇത് റെഗുലറായിട്ട് നമ്മൾ റിവ്യൂവും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നു. റിഫ്ലക്റ്റ് ചെയ്യണം, ഇത് ഈ ടൈം ബ്ലോക്ക് നമ്മൾ വെച്ചതനുസരിച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നോ, ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്തോ എന്നുള്ളത് റെഗുലർലി റിവ്യൂ. അടുത്തത് നമുക്ക് ഡിജിറ്റൽ ഹൈജീനാണ്. ഡിജിറ്റൽ ഹൈജീൻ എന്ന് പറയുന്നത് നമ്മൾ അനാവശ്യമായ ആപ്പുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുക, ഗുണകരമല്ലാത്ത ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്യുക. എന്തിനാണ് ആ ഗ്രൂപ്പിൽ ഇരിക്കുന്നത്? നമുക്കൊരു പ്രയോജനമില്ല, എക്സിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഡിസേബിൾ ചെയ്ത് വെക്കുക. ഒരുപാട് സമയം നമുക്ക് ഇതിൽ നിന്ന് ലാഭിക്കാൻ പറ്റും, ഒരുപാട് ശ്രദ്ധ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് ഡിജിറ്റൽ ഡീക്ലട്ടറിങ്. ആ ഡീക്ലട്ടർ ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകുന്നതാണ് ഏറ്റവും അഭികാമ്യം. അവസാനമായിട്ട് നമ്മൾ ഔട്ടർ വേൾഡിൽ ചെയ്യേണ്ടത്, നമ്മൾ ആ ആക്ടിവിറ്റി ചെയ്യുന്ന എൻവയോൺമെൻറ്റ് ഒരു ഡിസ്ട്രാക്ഷൻ ഫ്രീ ആക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് എൻവയോൺമെൻറ്റ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സൈലൻസ് സോണൊക്കെ ഉണ്ട് അല്ലേ, നോയ്സ് ഫ്രീ ആക്കാം, നമ്മളുടെ ഫോണൊക്കെ മാറ്റി വെക്കാം. ഈ ഫോണാണെങ്കിൽ തിരിച്ചു വെക്കാം കേട്ടോ, കമഴ്ത്തി വെക്കാം. അപ്പോൾ നമ്മുടെ ശ്രദ്ധ അതിലോട്ട് പോകുന്നില്ല. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതിലൂടെ ഈ ഔട്ടർ വേൾഡിൽ നമുക്ക് ശ്രദ്ധ നിലനിർത്താൻ പറ്റുന്നു, ഫോക്കസ് കൊണ്ടുവരാൻ പറ്റുന്നു. ഇനി ഇന്നർ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് മൈൻഡ്ഫുൾനെസ് ആണ്. നമുക്കറിയാം എന്താണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അത് നമ്മളെ പ്രസന്റ് മൊമെന്റിലേക്ക് ആങ്കർ ചെയ്യുന്നു. അതായത് നമ്മുടെ മനസ്സിനെ പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും പോകാതെ ആ പ്രസന്റ് മൊമെന്റിൽ പിടിച്ചു നിർത്തുകയാണ്. അവിടെ യാതൊരു ജഡ്ജ്മെന്റും നമ്മൾ നടത്തുന്നില്ല. ഇവിടെ ഒരു ഡൂയിങ് മൈൻഡ് സെറ്റിൽ നിന്ന് ഒരു ബീയിങ് മൈൻഡ് സെറ്റിലേക്കാണ് നമ്മൾ വരുന്നത്. ചിന്തകൾ അപ്പോഴും വരും, പക്ഷെ ചിന്തകൾക്ക് പുറകെ നമ്മൾ പോകുന്നില്ല. ആ ചിന്തകൾ ഉണ്ടായല്ലോ, ആ ചിന്തകളെ ജഡ്ജ് ചെയ്യുന്നുമില്ല. അപ്പോൾ നമുക്ക് അതിലേക്ക് എൻറ്റാങ്കിൾ ആകാതെ ആ പ്രസന്റ് മൊമെന്റിൽ ഇരിക്കാൻ സാധിക്കുന്നത് ഫോക്കസ് ഉണ്ടാക്കും. അടുത്തത് ഫോക്കസ് ബ്രീത്തിങ് ആണ്. ബ്രീത്തിങ്ങിൽ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ എപ്പോഴും മെഡിറ്റേഷനിൽ ബ്രീതിങ് ആദ്യം നമ്മൾ ചെയ്യുന്നുണ്ട്. ബ്രീതിങ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബ്രീതിങ് ചെയ്യുമ്പോൾ പതുക്കെ നമുക്ക് മനസ്സിലാവും ചിന്തകൾ കുറയും. നമ്മുടെ ശ്രദ്ധ ഫോക്കസ് ബ്രീതിങ്ങിലേക്കാണ്. അപ്പോഴും ചിലപ്പോൾ ചിന്തകൾ വന്നാൽ ആ ചിന്തകൾക്ക് പുറകെ പോകാതെ നമ്മൾ വീണ്ടും ശ്രദ്ധ ബ്രീതിങ്ങിലേക്ക് കൊണ്ടുവരുന്നു. അതാണ് ഇത് ബ്രീതിങ് നമ്മളെ ആങ്കർ ചെയ്യുന്നുണ്ട്, പ്രസന്റിലേക്ക് ആങ്കർ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ഒന്ന് കാമാക്കാനായിട്ട് ഈ ബ്രീതിങ് എപ്പോഴും നമ്മൾ ആങ്ഷ്യസ് ആവുക അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആകുന്ന സമയത്ത് നമ്മൾ ഡീപ്പ് ബ്രീതിങ് ചെയ്യാൻ പറയും. അപ്പോൾ ഡീപ്പ് ബ്രീതിങ് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് കാമാകുക, കാരണം നമുക്കത് നെർവസ് സിസ്റ്റത്തിൽ ഒരു കാംനെസ് കൊണ്ടുവരുന്നുണ്ട്. അടുത്തത് ജപായാണ്. ഈ മന്ത്രോച്ചാരണം നമ്മൾ പ്രയർ ബീഡ്സ് കൂടി വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇത് നമുക്ക് സ്കാറ്റേഡ് എനർജിയെ സിംഗിൾ ഫോക്കസിലാക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ ഇതിവിടെ ഒരു കൈനസ്തെറ്റിക് ഇഫക്റ്റും കൂടി ഉണ്ട്, ഒരു എൻഗേജ് ചെയ്യുന്നുണ്ട് നമ്മളെ സെൻസസിനെ ഈ ബീഡ്സ് പിടിക്കുന്നതുകൊണ്ട്. അപ്പോൾ അത് നമ്മളെ ഈ മങ്കി മൈൻഡിനെ ആങ്കർ ചെയ്യാനായിട്ട് ഈ ജപ ഒത്തിരി നമ്മളെ സഹായിക്കും. അവസാനത്തേത് സെൽഫ് എൻക്വയറിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മുടെ ഉള്ളിലേക്കുള്ള യാത്ര, അതാണ് ശരിയായിട്ടുള്ള യാത്രയെന്നും. നമുക്ക്
രമണ മഹർഷിയാണ് ഈ ജ്ഞാനമാർഗം, ഈ ഡിറക്റ്റ് പാത്ത് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരാണ് എന്നുള്ള അന്വേഷണം, ഈ അന്വേഷണം വെറും ചോദ്യമല്ല, നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ഉറവിടത്തിലേക്ക് പോകുന്നു. അവിടെ നമുക്ക് ഈ നമ്മളിലുള്ള ആത്മചൈതന്യത്തിലേക്ക് എത്താൻ കഴിയുന്നു. അതിൽ ഉറപ്പിച്ച് നിർത്താൻ കഴിയുന്നിടത്താണ് ആ സെൻസ് ഓഫ് ബീയിങ്. അതാണ് ശരിക്കുള്ള സെൽഫ് എൻക്വയറി. അപ്പോൾ ടേക്ക് ഹോം മെസ്സേജ് ഇതാണ്: ചൂസ് വൺ ഹാബിറ്റ് ടുഡേ ടു സ്ട്രെങ്തൻ യുവർ ഫോക്കസ് മസിൽ ആൻഡ് യുവർ കണക്ഷൻ ടു ദ സെൽഫ്. ഇനി നമ്മൾ ഈ കേട്ട കാര്യങ്ങൾ നമുക്കൊന്ന് ധ്യാനിക്കാം.